ഓ ഭയങ്കര ക്ഷീണമല്ലേ? ഇതെന്തോ ഇത് ബോള്. ഇത് കൊള്ളാമല്ലോ. ഇത് മറ്റേ ബ്ലഡ് കൊടുക്കുമ്പോ നമുക്ക് കിട്ടുമല്ലോ അല്ലേ? ഞെക്കാൻ വേണ്ടി. ഇത് കൊള്ളാം കേട്ടോ. അവനെ കണ്ടില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഒന്നുമില്ല. അയ്യോ നിന്നോട് പറയാനും മറന്നുപോയി. എന്റെ പേരെന്തോടാ? പാൽപ്പൊടി വാങ്ങിക്കുന്നല്ലേ? പാൽപ്പൊടി വാങ്ങിച്ചിട്ട് വരാം. പൈസ വേണ്ടേ? ഉണ്ടോ? എന്നാ പെട്ടെന്ന് കൂട്ടോ. നീങ്ങി വരണേ. കടയിൽ പോയത്ര സന്തോഷം. എന്തോ എന്നാ ബുദ്ധി വെച്ച് കാണും അവന് കേട്ടോ. എന്നെ പമ്പന്നവനാ, തലയും ചോദിച്ചാണ്ട് നിൽക്കുന്നവനാ. പോയെന്ന് തോന്നുന്നു. പോയിട്ട് വരട്ടെ. നീ എപ്പ നോക്കിയാൽ ഇത് മനുഷ്യനെ വിശന്നിട്ട് കാശില്ല. കറങ്ങുന്നത് കാശില്ല. എന്നാ പിന്നെ ഇതെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും വാങ്ങിച്ചാലോ? പൈസ ഉണ്ടല്ലേ? എന്നാട്ടോ വിശക്കുകയും ചെയ്യുന്നു. കാശുമില്ല, വിശപ്പുവാണെന്ന് പറഞ്ഞിട്ട് കറന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാ നീ വാങ്ങിച്ചോടാ. നിനക്ക് വലുതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ബിരിയാണി വാങ്ങിക്കോ. ബിരിയാണി ഉള്ളൂ. ഞാൻ മേടിച്ചടാ. നീയാ? പിന്നെ എന്ത് നാളായിരിക്കും. കാര്യമായിട്ട് പറഞ്ഞാ ഞാനേ സ്വിഗ്ഗി പോയി ബിരിയാണി ഓർഡർ 3 ബിരിയാണി മേടിക്കാൻ പോരെ? ഞാൻ ഓർഡർ ചെയ്യാടാ. നിങ്ങളെന്താ അത്ര കാര്യമാണ്? ഇനി സ്വിഗ്ഗിക്കാരനോട് കട പറയണ്ടോ? പൈസ അടക്കുന്നുണ്ടല്ലോ ഇപ്പൊ. എടാ അമ്മാനെ കാര്യമായിട്ടാന്നല്ലോ. ലോട്ടറി ഇല്ല അടിച്ചവനെ. നോക്കാം. എന്താ തരയുടെ പരിപാടിയാ അത്? പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസമില്ല. അതെ, ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ. നിങ്ങൾ നോക്കും, ബുക്ക് ചെയ്തിട്ടാണ്. അപ്പൊ കാശാരം കൊടുക്കും. കാശ് വരുന്ന ഞാൻ കൊടുത്തോളാം. 3 ബിരിയാണി ബുക്ക് ചെയ്തിട്ടുണ്ട്. നന്നായില്ലേ? ലാസ്റ്റ് സാധനം വരുമ്പോ പപ്പ അടിക്കല്ലേ? ഇതാണ് സാധനം വരുമ്പോ വന്ന് കഴിക്കുമ്പോഴേ പറയണം കേട്ടോ. നാട് മൊത്തം കടവാ. ഇനി സ്വിഗ്ഗിക്കാരന് മാത്രമേ കട കൊടുക്കാൻ വരാവുള്ളൂ. ഉറങ്ങാടാ. അല്ല കുറച്ച് ചില്ലറയുണ്ട്. അതിന് വഞ്ചിക്കകത്ത് കെട്ടിട്ട് കിടക്കാം. കിടന്ന് ഉറങ്ങണം. പരിപാടി ഉണ്ടത്. അയ്യോ ഇതെന്തോ പണി കാണിച്ചു വെച്ചേക്കുന്നത്? നീ വന്ന ഇതാരാ പൊട്ടിച്ചേ? പൊട്ടിച്ചോ? വഞ്ചി ആര് പൊട്ടിച്ച്? ഇതിനകത്ത് ഒരു 200 ഉണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു, പിന്നെ 2 10 ഇല്ല. ചില്ലറ മാത്രം. നല്ല ഇതൊരുമാതിരി പരിപാടിയായി പോയല്ലോ ഇത്. ഇനി അവൻ ഇതെടുത്താന്ന് നമുക്ക് ഇത്ര നാളും സാധനം മേടിച്ചതുകൊണ്ട് ആരും. എനിക്ക് ഇവന് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഒരുമാതിരി പരിപാടിയായി പോയല്ലോ. ഒരു കാര്യം ചെയ്താലോ, അവനെ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറയട്ടെ. നമുക്ക് ഈ റൂമിനകത്ത് ഫോൺ ഓണാക്കി വെക്കാം, ക്യാമറ മൊബൈൽ എടുത്ത് ഓണാക്കി വെക്കാം. ഇവന്റെ അതറിയാലോ. എന്നാ അവന്റെ അവസാനം വന്ന് വൃത്തിയുടെ പരിപാടിയാണ്. ഇങ്ങനെയാണോ കൂട്ടുകൂടിയിട്ട് ഒരുമാതിരി? ഞാൻ ക്യാമറ റെഡിയാക്കാം. നീ ഓണത്തിന് വേണ്ടി പോകണ്ടോ? ആര്? ഞാനാ? പോണമെന്നുണ്ട്. പോയേക്കല്ലേ? അയ്യോല്ലേ? ഞാനങ്ങ് പോകുന്നില്ലേ? ഞാൻ ഞങ്ങളുണ്ട്. നീ പോകുന്നില്ലേ? അവന് ഇവിടേക്കും അല്ല തോന്നെ. അവൻ വേറെ എന്തോ ലോകത്ത്. അവൻ ആ ബോൾ കിട്ടിയപ്പോണ്ട് ലോകത്തല്ല പരിപാടി മൊത്തം. എന്തെന്നാ പരിപാടി? ഒന്നുമില്ല. എന്താ ചെയ്യാനാ? ഇങ്ങനൂടെ ഇരിക്കുവല്ല. ഇപ്പൊ എന്ത് ചെയ്യാ? എന്തെടാ? ഒരു കുപ്പി എടുത്താലോ? കുപ്പിയോ വേറെ എന്തെങ്കിലും? അതെ കേരള. നിങ്ങൾ അടിക്ക്. അപ്പൊ എന്റെ 5 പൈസ ഇല്ല. ആ പാടെ 10 രൂപ ഉണ്ട്. അതിന് ബൈട്ട് പോയി ചായ കുടിക്കണം. നിന്റെ കാശുണ്ടാ? ഒരു പേര് വായിക്കാനുള്ള പൈസ തന്നെ ഉണ്ട്. 200 രൂപ. 200 രൂപ കിട്ടിയിട്ട് ഇവിടെ 3 ആൾ പഠിക്കണേനാ ഒരു പണി. ഇവന്റെ പൈസ ഞാൻ എടുത്തോളാം. ഞാൻ 400 ഇടാം. നീ നിന്റെ 200 തന്നാ മതി. എന്നാ എന്റെ കൂടി വേണ്ട പൈസ ഇല്ല. കുഴപ്പമില്ലടാ, ഞാൻ കാശ് കൊടുത്തോളാം. നിന്റെ ആശ ഞാൻ കൊടുത്തോളാം. ഒരു പേരിന്റെ ആശയല്ലോ ഞാൻ തരണ്ടേ? നീ തരണ്ടായെങ്കിൽ മതി. വേണ്ടേ? ഞാൻ എടുത്തോളാം. പൈസ കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നു. നീ പൈസ ഇട്ടേ, ഞാൻ പോയി മേടിച്ചിട്ടുണ്ട്. തള്ളു കേട്ടോ. എടാ, നിന്റെ പൈസ ഇല്ലേ? ഇവന്റെ എന്റെ പൈസ ഞാൻ ഇട്ട്. ഞാൻ പോയി സാധനം മേടിക്കാൻ പോവാണ്. നീ പൈസ ഇട്ടോളൂല്ലേ? നീ നിന്റെ പൈസ തരണ്ട. കുഴപ്പമില്ല. ഓക്കെ. ഇല്ലടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഏതോ വലുത് വരാനൊക്കെ ഉണ്ടാ.
പാടുണ്ടായില്ലല്ലോ. നാളെ വീണോട്ടാ. ഇതുണ്ടോ എന്താ നമ്മളാ മൊബൈല് വെച്ചതേ പിടിച്ചടാ, കളനെ പിടിച്ച്. കിട്ടിയേ? ഇതുണ്ടോ നോക്കിയേ, കണ്ട കണ്ട കൊറേ പണിയെടുത്തല്ലോ. വെച്ച സാധനം കടിച്ച് കേട്ടോ കണ്ടോ. അവൻ കുറെ ബുദ്ധിമുട്ടി. ഇന്നവൻ വരട്ടെ, ഇന്നേ കേട്ടോ. അവൻ വരട്ടെ അവന്റെ അടിച്ചു മാറ്റി ഇന്നോടുകൂടി ഇന്ന് ഇറക്കി വിടുക. ഇങ്ങനെയുള്ള എന്തിനാ റൂമില് അവന്റെ തുണിയും പണി സാധനം എല്ലാം എടുത്തോണ്ട് പോക്കണം. ആ വിട്ട് പോട്ടെ. ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ വേണ്ട. പണിയായതോ തുണി എല്ലാം എടുത്തോണ്ട് എല്ലാം പോട്ടവനെ. ഈ വഴിക്ക് വേണ്ട, ഈ ഇവിടുന്നേ പറഞ്ഞു വിട്ടാരെ അവനെ. അന്നേരം എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവനെ. ഓ ഞാൻ മാറ്റിണ്ട് വരാടാ, നിങ്ങളെത്തന്നെ വിഷമിക്കുന്നത്, പട്ടിണി കിടക്കണ്ട എന്തൊക്കെയായിരുന്നു. വരുമ്പോ ചോദിക്കാം. ആ വരട്ടെ വരുമല്ലോ അവനെ. ഇന്ന് 2 അവന് കൊടുക്കുക. അവന് കൈ നൂത്തിയാൽ അവനിക്ക് വരട്ടെ. ഇന്ന് അവന്റെ ഇടപാട് എന്ത് തുറക്കുന്നു അവന്റെ. വരട്ടെ ബിയർ വന്നിട്ടാ പോരേട്ടോ. കഴിക്കാം. ബീറാ? ആ വന്നിട്ട് വാ. നീ ബീർ വെച്ചിട്ട് ഇങ്ങോട്ട് വാ. ഇത് അടിച്ചിട്ട് വാ. അതൊക്കെ പിന്നെ അടിക്കാം. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ വിശേഷങ്ങള്. എവിടുന്നായിരുന്നു പൈസ? എവിടുന്നായിരുന്നു എന്റെ ബിയർ വാങ്ങിക്കാനും മറ്റേ ഇത് വാങ്ങിക്കാനും ഒക്കെ? എവിടുന്ന്? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയില്ല. അപ്പൊ വീട്ടിൽ പോയപ്പോ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് വായ്പ കിട്ടാനായിരുന്നു. ഒന്നും കിട്ടി. പൈസ ഉണ്ടായിരുന്ന എല്ലാം മേടിച്ചാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ എന്റെ ആവശ്യം. ഉറപ്പാണോ? എന്താ ഞാൻ ഉറപ്പാണല്ലോ. ആ എന്തായാലുള്ള പൈസ ഇല്ലാതെ നമ്മളിപ്പോ ചെലവാക്കുന്നുണ്ടോപ്പം. ഇതാണ് കണ്ടുണ്ടോ നീ? പഞ്ചി അറിയത്തില്ലേ? പൊട്ടം കളിക്കല്ലേ? ഇതിനകത്ത് സാധനം എന്തേ? ഇതെന്താ സാധനം? ഇത് വഞ്ചി അല്ല കുടുക്കാന്ന് പറയും. ആ ഞാൻ കണ്ടിട്ടില്ല. ഇതാരാ തുറന്നേക്കുന്നേ? ഇത് ഞാൻ ഒട്ടിച്ചു വെച്ച സാധനം തന്നെ. ഇതിനകത്ത് നോട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചില്ലറ മാത്രമുണ്ട്. എടാ ഇത് ഞാൻ കണ്ടിട്ടില്ല. സത്യമാണോ? ആ ഉറപ്പാണല്ലോ. നിങ്ങളുടെ അടുത്ത് വന്നവരുടെ കാര്യമുണ്ടോ? ഇത് ഞാൻ കണ്ടിട്ട് കാണിച്ചാടാ എന്റെ അവന്റെ വീക്കൻസ്. ഇപ്പൊ ഞാൻ തീർക്കാം അവന്റെ വീക്കൻസ്. ഇത് നോക്കിയടാ, കാണോ? കണ്ണു പറഞ്ഞ നോക്കണം അങ്ങോട്ട്. അവൻ പറയും ഇപ്പം തലവെട്ടി വിട്ടിച്ചേക്കുമെന്ന് പറയുമ്പോ കണ്ടാ? ഇതെന്താ സംഭവം? ഇവനെ അവന്റെ കൂടും കൊടുക്കുകയൊക്കെ എടുത്താലാണ് അല്ലടാ പറ്റിപ്പോയി. നീയേ പറ്റിപ്പോയതാ. ഒരു പച്ച നീ ഉണ്ടല്ലോ. ഇവനെ എന്താ ചെയ്യണ്ടേ? അവന്റെ കൂടും കൊടുക്കുകയൊക്കെ എടുത്താൽ അടിക്കാത്ത എന്താണെന്നറിയോ? പൈസ തരാ. നിന്റെ ഒന്നും വേണ്ട, നീ വഞ്ചിയും കൂടെ കൊടുത്തോളൂ. ഇവന്റെ കൊണ്ടുപോകും. വേണ്ട, നീ ഒരു ന്യായം പറയണ്ട. ഇവിടെ വേണ്ട. എന്നാ നിന്റെ കൂടെ കൊടുക്ക എടുത്തോണ്ട് പോ. ഇറങ്ങ ഒരുമാതിരി. എടാ പോടാ. പോ. ഈ പഞ്ചായത്ത് കണ്ടേക്കല്ലേ നീ ഇവിടെ? എന്താ കാണാൻ നോക്കടാ. നിന്നോട് പോകാൻ പറഞ്ഞല്ലേടാ. ഇന്നാ നിന്റെ പുരാവസ്തു അവിടെ കൊണ്ടുപോകും. ആർക്കൊണ്ടിട്ടേക്കത്?